ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലും ടേസ്റ്റിലും ഉള്ള ഒരു ക്രീമി ചിക്കനാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വരൂ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മാധുര്യം കിച്ചൻസ് ആൻഡ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവെല്ലാം സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്, നോക്കണേ. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണേ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര്. അതിനുശേഷം നമ്മൾ ഇതൊരു മുട്ടയുടെ വെറും വൈറ്റ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. അത് ഇട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തൊരു ഹാഫ് ആൻ അവർ നമുക്കത് മാറ്റി വെക്കണം. നമുക്കിതെല്ലാം തന്നെ നല്ലപോലെ മിക്സായി സെറ്റായി ഉണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്കൊരു സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ഹാഫ് കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ചില്ലി വിത്ത് ടൊമാറ്റോ സോസാണേ, അതുകൊണ്ട് കുറച്ച് എരിവുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ടൊമാറ്റോ സോസ് ആണെങ്കിൽ അതും കുറച്ച് ചില്ലി സോസും പിന്നെ കുറച്ച് സോയാ സോസും ഇത്രയ്ക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്കിത്. ഇനി നമ്മൾക്ക് നമ്മുടെ പുരട്ടി വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ട് വശവും നല്ലപോലെ തിരിച്ച് മറിച്ചിട്ട് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതെ അരിഞ്ഞത്, 2-3 പച്ചമുളക്, ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. നല്ലപോലെ ഒന്നും ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ആ തൈരിലൊന്നും മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈരായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിമ്മിൽ തന്നെ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിത് സോസ് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല തിളച്ചതിന് ശേഷം ഞാൻ സിമ്മാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫ്രൈ ആക്കിയ ചിക്കൻ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഈ സ്റ്റേജിൽ നമുക്കതിൻ്റെ സോൾട്ട് നമുക്ക് നോക്കാം. എന്നാലേ നമുക്ക് ആ സോസും ചിക്കൻ്റെയും കൂടി സോൾട്ട് നല്ലോണം മാച്ചായി വരുള്ളൂ. നോക്കൂ, കണ്ട നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റാണ്. ആ എണ്ണയെല്ലാം നോക്കൂ ചുറ്റും തെളിഞ്ഞു വന്ന് നമ്മുടെ ക്രീമി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയിട്ട് നമ്മുടെ ചിക്കൻ സെർവ് ചെയ്യാൻ റെഡി. ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.